ജാമിദ ടീച്ചർ, ഇവിടെ സത്യം പറയുമ്പോൾ ആ സത്യം പറയുന്ന ആൾ വർഗീയവാദിയായി ചിത്രീകരിക്കപ്പെടുകയാണ്, സംഖ്യയായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഇതിന് ഒരറുതി വേണ്ടേ? ഈ വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞ ഒരു ചെറിയ വിഷയമാണെങ്കിൽ പോലും പക്ഷേ അതുണ്ടാക്കുന്ന സാമൂഹ്യ വിപത്ത് എത്രത്തോളം വലുതാണ്, അതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ സത്യം പറയുന്നവർ വർഗീയവാദികളാണ് എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വെമ്പായ നസീർ ഉൾപ്പെടെയുള്ളവർ പറയുകയാണ്. ഇപ്പൊ ഇദ്ദേഹം നോമ്പ് പിടിക്കുന്ന പാവങ്ങളെ പറയുന്നുണ്ടല്ലോ, അവർ അടങ്ങി ഒതുങ്ങി അവരുടെ മതം അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മാർച്ച് 17-ാം തീയതി നാഗ്പൂരിൽ നടന്ന ഒരു വർഗീയ കലാപം എങ്ങനെയാണ്? ഖുർആൻ കത്തിച്ചു എന്ന് അനാവശ്യമായി കുപ്രചരണം ഉണ്ടാക്കിയ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചതിന്റെ പേരിൽ ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞൊരു വർഗീയ കലാപം ഇളക്കി വിട്ട് ഇദ്ദേഹം പറയുന്ന ഈ പാവങ്ങൾ, അത്താഴ പട്ടിണിക്കാർ, അർദ്ധപട്ടിണിക്കാർ, 35 രൂപ വേതനം വാങ്ങുന്ന ആളുകൾ ആരുടെ വീടാ കണ്ടെടുത്തത്? ആരുടെ വീട്ടിൽ നിന്ന് ആ രേഖകൾ കണ്ടെടുത്തത്? ഫഹീം ഖാന്റെ 2 നില വസതിയിൽ നിന്ന്. അവിടെ നട്ടലുള്ള ഒരു സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് അനധികൃതമായി നിർമ്മിച്ച ആ കെട്ടിടത്തിനെതിരെയും ആ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഫഹീം ഖാനെതിരെയും ശക്തമായ രൂപത്തിൽ ഒരു നടപടി ഉണ്ടായി. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് കിട്ടമായിരുന്നില്ല. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ആളുകൾ നടത്തിയിട്ടുണ്ട്. ആ ചെയ്ത ആള് ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് സഞ്ജയ് നിരൂപം ആരോപിച്ചിട്ടുണ്ട്. ഈ കലാപവുമായി ബന്ധപ്പെട്ട് 105 പ്രതികളെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് സർക്കാർ ഏകപക്ഷീയമായാണ് അറസ്റ്റ് ചെയ്തത്. എന്റെ ജാനകി ടീച്ചർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കലാപം നടക്കുമ്പോൾ 2 കൂട്ടരെ അറസ്റ്റ് ചെയ്യണം. 2 കൂട്ടരെ അറസ്റ്റ് ചെയ്യണം. അതല്ലേ കലാപത്തിന്റെ രീതി എന്ന് പറയുന്നത്. ഇത് ഒരു വിഭാഗത്തിനെ മാത്രമല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അന്യ സംസ്ഥാനക്കാരെ തന്നെ പറയുന്നു. ഒരു കലാപത്തിൽ 2 കൂട്ടരെ അറസ്റ്റ് ചെയ്യണം. ഇത് മുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞെടുപ്പിച്ച് അറസ്റ്റ് ചെയ്തു. ഇത് നീതിയാണോ എന്ന് ഈ നുഴഞ്ഞു കയറ്റക്കാരായിട്ടുള്ള ആളുകൾ പറയുവാണ്. അന്യ സംസ്ഥാന അതിനെ സംബന്ധിച്ച ആശങ്ക എഴുതി കേന്ദ്രത്തെ അറിയിച്ചത് ആരാ? ഈ കോലാഹലമൊക്കെ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നത് ആരാ? ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ കേരളത്തിൽ വന്ന് ഒളിച്ചു താമസിച്ചാലും ശരി, പാസില്ലാതെ ഒരു മലയാളി പോലും വാളയാറിനപ്പുറത്തേക്ക് കടക്കില്ല. അപ്പൊ ഇത്തരം ബംഗ്ലാദേശികളെ ഇവിടെ കൊണ്ടുവന്ന് വ്യാജരേഖകൾ നൽകി അവരെ ആദരിക്കുകയും അവർക്ക് നോമ്പുതറ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രവണതയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇനി വർഗീയവാദി എന്ന് വിളിച്ചാലും അതിനപ്പുറം എന്ത് തന്നെ വിളിച്ചാലും ശരി, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത്തരം വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എതിർക്കേണ്ടതിനെ ശക്തമായി എതിർത്ത് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വിഷയവും കൂടി, 4.5 വർഷത്തിനിടെ 1031 പേരെ മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് വലിയ രൂപത്തിൽ വെല്ലുവിളിയായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. താങ്കൾ ആദ്യം മാധ്യമങ്ങളൊന്ന് വായിച്ചിട്ട് വേണം വരാൻ. ഒരു അമ്മയും കുഞ്ഞു മരിച്ച സംഭവത്തിൽ എത്ര ആളുകൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മതത്തിന്റെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ സർക്കാർ നടപടി എടുക്കും. സർക്കാർ എന്തെങ്കിലും ചോദിക്കുന്നത്. ഒരു സെക്കൻഡ്, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീ നസീർ പ്ലീസ്. ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. മലപ്പുറത്ത് സലഫി വിളിച്ചു ചേർത്ത ആ യോഗം ഈ ഇതര സംസ്ഥാനക്കാരായ മുസ്ലിം തൊഴിലാളികളെയാണ് വിളിച്ചു ചേർത്തത്. ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുണ്ട്. ഇവിടുത്തെ സർക്കാർ എന്ത് നടപടിയെടുത്തു? ഇവിടുത്തെ സർക്കാരിന്റെ സേവകനല്ലേ ഈ ഇവിടെ ഇരിക്കുന്ന വെമ്പായ നസീർ. അയാൾ എടുക്കുന്ന നിലപാട് കണ്ടില്ലേ? ബംഗ്ലാദേശികളാണോ മിസ്റ്റർ വെമ്പായ നസീർ? ബംഗ്ലാദേശിയോടാണോ നിങ്ങളുടെ താല്പര്യം, അതോ കേരളത്തിനോടാണോ നിങ്ങളുടെ താല്പര്യം? ബംഗ്ലാദേശികൾ കേരളത്തിൽ വന്നാൽ കേരളത്തെ രക്ഷിക്കോ കേരളത്തെ തകർക്കോ? ഞാനും നിങ്ങളും അടങ്ങുന്ന ആ സമയത്ത് മുണ്ട് പൊക്കിയിട്ടൊന്നും നോക്കൂല ആൾക്കാര്. വെട്ടിക്കൊല്ലും നാട്ടിലെ ആവശ്യമില്ലാത്ത ആൾക്കാരെ മുഴുവനും. അപ്പൊ ഈ നാട്ടിൽ ഒരു കലാപം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങളും ഈ നാട്ടിലെ ഹിന്ദുക്കളും ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും നമ്മളൊക്കെ ഒരു മനസ്സായി നിന്നുകൊണ്ട് രാജ്യദ്രോഹത്തിനെതിരെ നിൽക്കണം. നിങ്ങൾ എന്തിനാ ഈ മുഴുവൻ മുസ്ലിം പറയണേ? എന്ത് മുസ്ലിം? നിങ്ങൾക്ക് മുസ്ലിമിന്റെ പേര് പറഞ്ഞ് ഒരു മതവിദ്വേഷം ഉണ്ടാക്കണം. ജനം ചാനൽ മുസ്ലിം വിരുദ്ധമെന്ന് പറഞ്ഞു എന്ന് പറയണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ചർച്ചയിലുണ്ടല്ലോ
ഈ ചർച്ചയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാൻ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ. നിങ്ങൾക്കൊക്കെ വേണ്ടത് ഇവിടുത്തെ തീവ്രവാദികളുടെ നിലപാടിന് അനുകൂല നിലപാടായി നിങ്ങളെടുക്കുന്ന നിലപാടാണ്. നിങ്ങളെടുക്കുന്ന നിലപാടാണ്. കുറെ നേരമായി മുസ്ലിം 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 പറയണേ. മുസ്ലിം മുസ്ലിം പറയണ്ടോ?